കോടി ഈ സംഗമം 550-600ഓളം ആളെ പങ്കെടുത്ത് അത് നടത്താൻ വേണ്ടി കേരള സർക്കാർ ഖജനാവിൽ നിന്ന് ചെലവഴിച്ചത്. ദേവസ്വം ബോർഡ് അത് ആരാണ് ചെയ്തത്? ഊരാളുങ്കൽ ശബരിമലയിലെ 8 കോടി ചെലവാക്കിയല്ലോ. അതാരാ ചെയ്തത്? ഒരു സർക്കാരിന്റെ കമ്പനിയുടെ മറവിൽ ഞാൻ ഉത്തരവ് നോക്കിയപ്പോഴാണ് അതിലെ പൈസ ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത് ഊരാളുങ്കൽ കമ്പനിയിലേക്കാണ്. ഞാൻ നോക്കിയപ്പോ അയ്യപ്പ സംഗമത്തിന് സർക്കാർ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് ഒരു പൈസയും ചിലവാക്കാൻ പാടില്ല, എല്ലാ സ്പോൺസർഷിപ്പോട് കൂടിയിട്ടാണ്. ഒരു സർക്കാർ ഉത്തരവുണ്ട്, ഞാൻ കണ്ടുപോയി എന്റെ കയ്യിലുള്ള സർക്കാർ ഉത്തരവുണ്ട്. 8,28,00,000 ഈ സംഗമം 550-600ഓളം ആളെ പങ്കെടുത്ത് അത് നടത്താൻ വേണ്ടി കേരള സർക്കാർ ഖജനാവിൽ നിന്ന് ചെലവഴിച്ചത്. ദേവസ്വം ബോർഡ് അത് ആരാണ് ചെയ്തത്? അതിലേക്ക് ആ ഒരു പോയിന്റ് പറഞ്ഞാൽ അവസാനിപ്പിക്കുക. കേന്ദ്രത്തിൽ നരേന്ദ്രമോദിക്ക് ഏത് കണ്ടാലും ഇപ്പോൾ ഒറ്റ പേര് ഓർമ്മ വരും. എന്ത് കണ്ടാലും അദ്ദേഹത്തിന് ഒരു പേര് ഓർമ്മ വരുള്ളൂ. അത് എയർപോർട്ട് കണ്ടാൽ, അത് പോർട്ട് കണ്ടാൽ, നാഷണൽ ഹൈവേ റോഡുകൾ കണ്ടാൽ, ഇൻഷുറൻസ് കമ്പനികൾ കണ്ടാൽ, സിമന്റ് ഫാക്ടറി കണ്ടാൽ, കേന്ദ്ര സർക്കാരിനും മോഡിക്ക് ഒറ്റ പേരേ ഓർമ്മയുള്ളൂ. നിങ്ങൾക്കറിയാലോ പേര്? ആദായം, എല്ലാ ആദായം. ഇപ്പൊ കേരള സർക്കാരിനെ നോക്കിയാൽ ഇവിടെ എല്ലാം ഒറ്റ പേരേ ഉള്ളൂ. അതാരാണ്? അല്ല, ഊരാളുങ്കൽ. ഊരാളുങ്കൽ ശബരിമലയിലെ 8 കോടി ചെലവാക്കിയല്ലോ. അതാരാ ചെയ്തത്? അതാരാ ചെയ്തത്? ഒരു സർക്കാരിന്റെ കമ്പനിയുടെ മറവിൽ ഞാൻ ഉത്തരവ് നോക്കിയപ്പോഴാണ് അതിലെ പൈസ ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത് ഊരാളുങ്കൽ കമ്പനിയിലേക്കാണ്. ഗുരുവായൂരിൽ CCTV നിർമ്മിക്കുന്നവർക്ക് ആരാ ചെയ്തത്? ഗുരുവായൂരമ്പലത്തില് ഊരാളുങ്കൽ. ഇത്ര ദിവ്യത്വമാണോ? നമ്മുടെ ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് നിങ്ങൾക്കറിയാലോ, ചങ്ങനാശ്ശേരിക്കാരൻ വന്നതിനാണല്ലോ 2019 കൺസീവ് ചെയ്ത് 2021 ആരംഭിച്ച റോഡാണ്. 5 കൊല്ലം കഴിഞ്ഞു. 671 കോടി രൂപ ആരംഭിച്ചതാണ്. 219 കോടി രൂപ അതിൽ ചെയ്തു. വെള്ളക്കെട്ട് ഒഴിവാക്കാൻ വേണ്ടി ശാസ്ത്രീയമായ മാർഗങ്ങളിലൂടെ റോഡ് നിർമ്മിക്കുന്നവർ അത് ദേശീയപാത ഏറ്റെടുത്തതാണ്, അവർ ചെയ്യുന്ന റോഡാണ്. അതുപോട്ടെ, അത് കേരള സർക്കാർ ഏറ്റെടുത്തു. വെള്ളപ്പൊക്കം ഒഴിവാക്കാൻ വേണ്ടി, കുട്ടനാടേക്കുള്ള വെള്ളപ്പൊക്കം ഒഴിവാക്കാൻ വേണ്ടി കംപ്ലീറ്റ് ഫ്ലൈ ഓവർ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു റോഡ് പദ്ധതിയാണെന്നാണ് പറയുന്നത്. ഇപ്പൊ കുട്ടനാടക്കാരല്ലോ, ആ മഴ വന്ന ആ റോഡിലൂടെ വെള്ളം ഉണ്ടോ ഇല്ലോ എന്നുള്ളത് നിങ്ങളോട് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. പക്ഷേ കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതിയാണ് ചങ്ങനാശ്ശേരി ആലപ്പി റോഡിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ള കാര്യം ഞാനിവിടെ വളരെ ഉത്തരവാദിത്തബോധത്തോടുകൂടി പറയാൻ ആഗ്രഹിക്കുന്നു. ഉത്തരവാദിത്തബോധത്തോടുകൂടി ആർക്ക് വേണമെങ്കിലും അത് വെല്ലുവിളിക്കാം. 37 കോടി രൂപ 1 കിലോമീറ്ററിന് ചിലവഴിച്ചിരിക്കുന്നത്. 1 കിലോമീറ്റർ റോഡ് ഉണ്ടാക്കാൻ 37 കോടി രൂപ. നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? കേരളത്തിലെ റോഡ് നിർമ്മാണം പിണറായി വിജയന്റെ PR ആയിരുന്നു കുറെ കാലം മുമ്പ്. മലപ്പുറത്ത് തകർന്നു വീണപ്പോ പിന്നെ ആ PR നഷ്ടപ്പെട്ടു. അതിൽ ഭീകരമായ അഴിമതിയാണ്. കേരളത്തിലെ പൊതുമരാമത്ത് റോഡ് അന്യമാണോ? ഞാൻ തിരുവനന്തപുരത്ത് ഇങ്ങോട്ട് വരികയായിരുന്നു കേട്ടോ. സാധാരണ തിരുവനന്തപുരത്ത് ഇങ്ങോട്ട് വരുമ്പം MC റോഡ് വഴിയാണ് വരാറ്. അപ്പൊ ഇന്ന് പറഞ്ഞു MC റോഡ് ബഞ്ഞാറമൂടിൽ അവിടെ പണിയെടുക്കുകയാണ്. ബഞ്ഞാറമൂടിൽ വലിയ ഫ്ലൈ ഓവർ അടുത്ത അപ്പൊ അതുകൊണ്ട് അതിൽ വരാൻ പറ്റും. സാധാരണഗതിയിൽ നമ്മളൊരു റോഡ് നടത്തുമ്പോൾ, ബൃഹത്തായ പദ്ധതി നടത്തുമ്പോൾ ആ പദ്ധതിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യും, പാരലലായിട്ടുള്ള റോഡുകൾ ഫ്രീ ആക്കും. ഇതാണ് നമ്മൾ റോഡ് കൺസ്ട്രക്ഷൻ കാണുന്ന. ഇത് നമ്മൾ എടുത്തു നോക്കണം. വടക്കൻ മലബാറോട് പോയാൽ പൊന്നാനി വഴിയുള്ള ആ ഹൈവേയിലും പണി, ഇപ്പുറത്തെ ഹൈവേയിലും പണി, ഇപ്പുറത്തെ ഇത് 26 തീരുമല്ലോ ഗവൺമെന്റ്. അതിനു മുമ്പ് കിട്ടാവുന്ന കമ്മീഷൻ മുഴുവൻ അടിച്ചു മാറ്റണമെങ്കിൽ ഈ പണി മുഴുവൻ ഒറ്റയടിക്ക് തീർന്നാലേ മതിയാവും. അതിന് വേണ്ടിയുള്ള പണിയാണ്. പാലം പണിഞ്ഞത് പൊളിഞ്ഞ് താഴെ വീണു. ഞങ്ങൾ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി പോയി നോക്കുമ്പോൾ കാണേണ്ട കാഴ്ച എന്താണ്? ദേശീയപാത അതോറിറ്റി ഇത്രയും കോടി ചെലവഴിച്ചുണ്ടാക്കിയ പാലം, അതിന് സ്റ്റേറ്റ് ഗവൺമെന്റ് ഒരു പങ്കുമില്ല. തലേനാൾ വരെ പൊളിഞ്ഞു വീഴുന്നത് വരെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ
ക്രെഡിറ്റ് ആയിരുന്നു അത്. പൊളിഞ്ഞ് വീണപ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റ് ഒരു പങ്കുമില്ല, ഇതെല്ലാം കേന്ദ്രത്തിന്റെയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് കൃത്യമായിട്ടും കഴിഞ്ഞ 10 വർഷക്കാലം കേരള സർക്കാർ ഊരാളുകളുടെ പേരിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണത്. ആ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ പേരിൽ കൊടുത്തിരിക്കുന്ന നിർമ്മാണ കരാറുകൾ എടുത്ത് പരിശോധിച്ച് അന്വേഷിക്കാൻ തയ്യാറാകണം സർക്കാർ. കോടാനുകോടി രൂപയുടെ വെട്ടിപ്പാണ് പാവപ്പെട്ട കേരളത്തിൽ നിന്നും വെട്ടിച്ചിരിക്കുന്നത്. പദ്ധതിയുടെ പേരിൽ, വികസനത്തിന്റെ പേരിൽ കേന്ദ്രത്തിലെ അടാനിയാക്കി കേരളത്തിൽ ഊരാളുകളെ വളർത്തുന്നതിന് ഉത്തരവാദിത്വം ശ്രീ പിണറായി വിജയന് മാത്രമാണ് എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ഇത് അഴിമതിയിൽ മുങ്ങിക്കുളിച്ച സർക്കാരാണ്.